അപ്പോൾ നമസ്കാരം. ഇന്ന് നമുക്ക് വഞ്ചിപ്പാട്ട് പോർഷൻ ഒന്ന് നോക്കാം. അതിൽ പെയറായിട്ടുള്ള സ്റ്റെപ്പാണ് ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ പെയർ കൈയും കാലും എല്ലാം ശ്രദ്ധിച്ചോളൂ. നോക്കാം. 1 2 3 4 നല്ല പോലെ നീങ്ങി തിരിച്ചും എത്തി. ഇതിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പം നമ്മൾ ഈ കാല് വെച്ചിട്ട് കൃത്യം അപ്പുറത്തേക്ക് എത്തണം. അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. 1 2 3 4 ഇനി താഴാതെ ഇതിന് താഴ്ന്നു. ഇപ്പം നമ്മൾ കൃത്യം ഇങ്ങനെ അകത്തും പുറത്തും ഒരേ ലൈനിൽ വരണം. ഇല്ലെങ്കിൽ സംഭവിക്കണത് നോക്കി നോക്കൂ. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് 1 2 3 4 5 6 കണ്ടോ, ഇത്രയേ എത്തുള്ളൂ. 7 8 ആകുമ്പോഴേക്കും ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വട്ടം തെറ്റും ഇങ്ങനെയാകുമ്പോൾ. നേരെ മറിച്ച് അടുത്ത സ്റ്റെപ്പും കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ വട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ വട്ടത്തേക്ക് എത്തുന്നത് കൂടി ഇവിടുന്ന് കാണിക്കാം. 1 2 3 4 5 6 7 8. ഇപ്പം നമ്മൾ ശരിക്കും അതേ സ്ഥലത്ത് തന്നെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും 1 2 3 പൊക്കി അടിക്കണം. കൈ അടിക്കണത് ഇങ്ങനെയോ ഇങ്ങനെയൊന്നുമല്ല, നേരെ ഇവിടുന്ന് വരും. നമ്മുടെ ഇത്രയും ബാക്കിൽ നിന്ന് കൈ, ഇതാണ് അതിൻ്റെ സ്റ്റൈല്. കൈ ഇങ്ങനെ വീശിയെടുത്ത് പൊക്കി അടിക്കും. ഓക്കെ, 1 2 3 1 2 3. ഇനി 1 2 1 2 3. ഈ വന്നത് ഏത് സൈഡിൽ കൂടെയാണെന്ന് കണ്ടില്ലേ? അതായത് ലെഫ്റ്റ് കാല്, റൈറ്റ് സൈഡിലെ കാല് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലൂടെയാണ് രണ്ട് പെയറും പോവുക. മിക്ക സ്റ്റെപ്സിനും പെയർ സ്റ്റെപ്പിനൊക്കെ നമ്മൾ റൈറ്റിൽ നിന്ന് തുടങ്ങുമെങ്കിലും പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും. അതുപോലെ തിരിയുന്നത്, ഇതിനൊക്കെയാണ് കുറേ കൺഫ്യൂഷൻ നമുക്ക് വരുന്നത്. ഇനി ഇങ്ങനെ അടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ അടിച്ച് നിന്നു. ഇനി അടുത്തത് ക്യൂ ആയിട്ട് എല്ലാവരും ഒരേ സൈഡിലേക്ക് കളിക്കേണ്ട സ്റ്റെപ്പാണ്. അപ്പോൾ 1 2 കയറ്റി വെച്ചു, 3 4. ഈ 3 ആദ്യമേ നമ്മൾ വിരൽ സർക്കിളിലേക്ക് ആക്കിയിട്ട് വേണം വെക്കാൻ. 1 നോക്കൂ, 1ഉം 2ഉം ഒരേ ലൈനിലേക്കാവും കാല് വെച്ചിട്ടുണ്ടാവുക. 3 ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ തന്നെ 4 ഇതിന് പാകത്തിന് വന്നു. ഇനി അവിടെ തന്നെ ചവിട്ടി കയറി കൊട്ടി ഇറങ്ങി. ഈ കൊട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊക്കെ നമ്മൾ മുട്ടും ചേർത്തിട്ട് ചവിട്ടുന്ന സ്റ്റെപ്പാണ്. ഇവിടെയും ചേർന്നു ഇവിടെയും ചേർന്നു. കണ്ടോ, ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ള സ്റ്റെപ്പല്ല, ചേർന്നിട്ട് വരുന്ന സ്റ്റെപ്പാണ്. ഇനി കൊട്ടുകൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കളിച്ചപ്പോൾ തന്നെ ഇങ്ങനെ കൊട്ടിയവരെ കണ്ടു. അപ്പോൾ ഇതല്ല കൊട്ട്. ഈ മലർത്തി പിടിച്ച കൈയിനെ ഇങ്ങനെ കമിഴ്ത്തുക. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കൊട്ട്. ഇങ്ങനെയല്ല കൊട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കാല് ഇങ്ങനെ നിൽക്കുകയായിരിക്കുക. ഇവിടുന്ന് എടുത്തു, കൊട്ടി ലെഫ്റ്റ് കാല് ഇറക്കി വെച്ചു. ഇങ്ങനെയായിരിക്കും അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി വീണ്ടും 1 2 3 4 5 6. വീണ്ടും 1 2 3. ഓക്കെ, ഇത്രയും നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം. കള്ളനവനിരുന്നപ്പോൾ കാളിഞ്ചീതന്നോളങ്ങളിൽ കന്യമാരെ പുണരുന്നതൊളിച്ചു കണ്ടു. എങ്ങോ നിന്നെന്നറിയാതെ യമുനയിലൂടെയൊരു മൃദുപൂല കാമ്പോജിയങ്ങൊഴുകി വന്നു. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പല്ല. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.